CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 48 മണിക്കൂർ പിന്നിട്ടിട്ടും കുരുത്തിച്ചാലിൽ കാണാതായ ഷൊർണൂർ സ്വദേശിയായ യുവാവിനെ കണ്ടെത്താനായില്ല. കുന്തിപ്പുഴയിലെ മലവെള്ളപ്പാച്ചിൽ വകവയ്ക്കാതെ ദൌത്യസംഘങ്ങൾ തിരച്ചിൽ തുടരുകയാണ്. റോഡ് തകർച്ചയുടെ ഭാഗമായി ആലിപ്പറമ്പ് ഭാഗത്തേക്കുള്ള ബസ് സർവീസുകൾ നിർത്തി. പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങി പ്രാദേശിക ജനകീയ ആക്ഷൻ കൗൺസിൽ. 12ലധികം സ്കൂൾ ബസ്സുകൾ സഞ്ചരിക്കുന്ന പ്രധാന റോഡ് കൂടിയാണിത്. കൊളത്തൂരിൽ യുവാക്കളെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് കാറും മൊബൈലും തട്ടിയെടുത്ത കേസിൽ 2 പേർ അറസ്റ്റിൽ. ഈ മാസം 5-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. സാമ്പത്തിക ഇടപാടിനെ ചൊല്ലി യുവാക്കളെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിക്കുകയായിരുന്നു. 48 മണിക്കൂർ പിന്നിട്ടിട്ടും കുരുത്തിച്ചാലിൽ കാണാതായ ഷൊർണൂർ സ്വദേശിയായ യുവാവിനെ കണ്ടെത്താനായില്ല. കുന്തിപ്പുഴയിലെ മലവെള്ളപ്പാച്ചിൽ വകവയ്ക്കാതെ ദൌത്യസംഘങ്ങൾ തിരച്ചിൽ തുടരുകയാണ്. ശക്തമായ മഴയിലും കുരുത്തിച്ചാലിൽ കാണാതായ ഷൊർണൂർ സ്വദേശിയായ യുവാവിനായുള്ള തിരച്ചിൽ ഊർജിതമാണ്. 3-ാം ദിവസം പ്രത്യേകം പരിശീലനം ലഭിച്ച സ്കൂബ ടീം പാലക്കാട് നിന്നും എത്തിയാണ് തിരച്ചിലിന് നേതൃത്വം നൽകുന്നത്. ഞായറാഴ്ചയാണ് ഷൊർണൂർ കൈലിയാട് സ്വദേശി മുരളിയുടെ മകൻ മുബീൻ അടങ്ങുന്ന 9-അംഗ സംഘം കുമരംപുത്തൂർ കുരുത്തിച്ചാലിലെത്തിയത്. ഇതിൽ കാൽവഴുതിയ മുബീൻ വെള്ളത്തിലാക്കപ്പെട്ടു. അപകടാവസ്ഥ പറഞ്ഞെങ്കിലും ഇത് വകവയ്ക്കാതെ ഇവർ പോകുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ഞായറാഴ്ച തിരച്ചിൽ നടത്തി. തിങ്കളാഴ്ചയും കുരുത്തിച്ചാൽ മുതൽ പോത്തോഴിക്കാവ് വരെ പല സംഘങ്ങളായി തിരിഞ്ഞ് ഫയർഫോഴ്സ്, സിവിൽ ഡിഫൻസ്, ട്രോമ കെയർ തുടങ്ങി മറ്റു സന്നദ്ധ സംഘടനകളും തിരച്ചിൽ നടത്തി. കുന്തിപ്പുഴയിൽ ശക്തമായ അടിയൊഴുക്കുള്ളത് തിരിച്ചടിയാകുന്നുണ്ട്. യുവാവിനെ കണ്ടെത്താനാവാത്തതിനാൽ ചൊവ്വാഴ്ച സ്കൂബ ടീമിന്റെ കൂടെ സഹായത്തോടെയാണ് കുരുത്തിച്ചാൽ പ്രദേശത്ത് വെള്ളത്തിനടിയിലും പാറക്കെട്ടുകൾക്കിടയിലുമായി തിരച്ചിൽ തുടരുന്നത്. മണ്ണാർക്കാട് ഫയർ സ്റ്റേഷൻ ഓഫീസർ സുൽഫീസ് ഇബ്രാഹിമിന്റെ നേതൃത്വത്തിൽ ജലസുരക്ഷ ഫോർട്ട് കൊച്ചിയിൽ നിന്നും അതിവിദഗ്ധമായ പരിശീലനം കിട്ടിയ സംഘമാണ് തിരച്ചിലിനായി എത്തിയിട്ടുള്ളത്. ഫയർഫോഴ്സിന്റെ തന്നെ അംഗങ്ങളായ ഡൈവിംഗ് ടീമിൽ വിദഗ്ധ പരിശീലനം നേടിയവരും സിവിൽ ഡിഫൻസ് സംഘങ്ങളും 4 ടീമുകളായി തിരിഞ്ഞാണ് മലവെള്ളപ്പാച്ചിൽ അടക്കം വകവയ്ക്കാതെ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംഘത്തിന് പിന്തുണയുമായി ഭക്ഷണം ഉൾപ്പെടെ നൽകി നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ ഉൾപ്പെടെ ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികളും രംഗത്തുണ്ട്. റവന്യൂ ഉദ്യോഗസ്ഥർ, പോലീസ്, മറ്റ് സന്നദ്ധ പ്രവർത്തകരും പ്രദേശത്തുണ്ട്. CCN മണ്ണാർക്കാട്. റോഡ് തകർച്ചയുടെ ഭാഗമായി ആലിപ്പറമ്പ് ഭാഗത്തേക്കുള്ള ബസ് സർവീസുകൾ നിർത്തി. പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങി പ്രാദേശിക ജനകീയ ആക്ഷൻ കൗൺസിൽ. 12ലധികം സ്കൂൾ ബസ്സുകൾ സഞ്ചരിക്കുന്ന പ്രധാന റോഡ് കൂടിയാണിത്. റോഡ് തകർച്ചയുടെ ഭാഗമായി ആലിപ്പറമ്പ് പ്രദേശത്തേക്ക് നിലവിൽ സർവീസ് നടത്തിയിരുന്ന സ്വകാര്യ ബസ്സുകൾ 20ഓളം സർവീസുകളാണ് നിർത്തിയത്. 12ലധികം സ്കൂൾ ബസ്സുകൾ സഞ്ചരിക്കുന്ന പ്രധാന റോഡ് കൂടിയാണിത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കാലങ്ങളായി അവഗണിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രദേശത്തെ ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നതെന്ന് പ്രാദേശിക ജനകീയ ആക്ഷൻ കൗൺസിൽ കുറ്റപ്പെടുത്തി. ആലിപ്പറമ്പ് പഞ്ചായത്തിലെ 3 വാർഡുകളിൽ ഉൾപ്പെടുന്ന പള്ളിക്കുന്ന്, കാളിക്കടവ്, ഹൈസ്കൂൾ പടി വില്ലേജ് റോഡുകളാണ് തകർന്നു കിടക്കുന്നത്. മുഖ്യമന്ത്രി മുതൽ പഞ്ചായത്ത് വരെയും ജില്ലാ കളക്ടർ മുതൽ വില്ലേജ് വരെയും ഇതു സംബന്ധിച്ച് ആക്ഷൻ കൗൺസിൽ പരാതി നൽകിയിട്ടുണ്ട്. TK ഹംസ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള സദസ്സിലും പള്ളിക്കുന്ന്, കാളിക്കടവ്, ഹൈസ്കൂൾ പടി വില്ലേജ് റോഡ് പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് നിവേദനം നൽകിയിരുന്നുവെങ്കിലും അവഗണിക്കുകയായിരുന്നുവെന്ന് ആക്ഷൻ കൗൺസിൽ കുറ്റപ്പെടുത്തി. തുടർന്നാണ് പ്രദേശത്തുകാർ പ്രാദേശിക ജനകീയ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചത്. ഇനിയും നടപടിയുണ്ടായില്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്നതുൾപ്പെടെ സമരപരിപാടികളുമായി രംഗത്തിറങ്ങാൻ ആക്ഷൻ കൗൺസിൽ തീരുമാനം. ആധുനിക രീതിയിൽ റോഡ് പുനർനിർമ്മിച്ച് ജനങ്ങളുടെ പ്രശ്നപരിഹാരം കാണും വരെ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്ന് ആക്ഷൻ കൗൺസിൽ ചെയർമാൻ K രാമചന്ദ്രൻ പറഞ്ഞു. CCN പെരിന്തൽമണ്ണ. കൊളത്തൂരിൽ യുവാക്കളെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് കാറും മൊബൈലും തട്ടിയെടുത്ത കേസിൽ 2 പേർ അറസ്റ്റിൽ. ഈ മാസം 5-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. സാമ്പത്തിക ഇടപാടിനെ ചൊല്ലി യുവാക്കളെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിക്കുകയായിരുന്നു. നിരവധി കേസുകളിലെ പ്രതി കോഡൂർ സ്വദേശി ആമിയൻ വീട്ടിൽ ഷംനാദ് ബാവ എന്ന കരീം ബാവ, പാങ്ങച്ചേണ്ടി സ്വദേശി ചെമ്മാട്ട് വീട്ടിൽ മുഹമ്മദ് അനീസ് എന്നിവരെയാണ് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്ത്, കൊളത്തൂർ CI സജിത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അറസ്റ്റ് ചെയ്തത്. ഈ മാസം 5-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. സാമ്പത്തിക ഇടപാടിനെ ചൊല്ലി യുവാക്കളെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിക്കുകയായിരുന്നു.
പട്ടാമ്പി ലോഡ്ജിൽ കൊണ്ടുപോയി ഒരു ദിവസം പൂട്ടിയിട്ട് മർദ്ദിക്കുകയും ചെയ്തതായി കൊളത്തൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി ലഭിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. സംഭവം നടന്ന ശേഷം പോലീസ് അന്വേഷണം ആരംഭിച്ചതോടെ വയനാട്, ബാംഗ്ലൂർ, തമിഴ്നാട് എന്നിവിടങ്ങളിലേക്ക് ഒളിവിൽ പോയ പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. തുടർന്ന് മുഖ്യപ്രതികളിൽപ്പെട്ട ഷംനാഥ് ഭാവയും അനീസും കോട്ടയ്ക്കൽ ചങ്കുവെട്ടി ഭാഗത്ത് എത്തിയതായി രഹസ്യവിവരം ലഭിച്ച പോലീസ് സംഘം ചങ്കുവെട്ടിയിൽ നിന്നാണ് രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്തത്. ഷംനാഥ് ഭാവയുടെ പേരിൽ കൊളത്തൂർ, കുറ്റിപ്പുറം സ്റ്റേഷനുകളിൽ മണൽക്കടത്ത് കേസുകളും സ്ഥിരമായി പോലീസിനെ അപായപ്പെടുത്താൻ ശ്രമിച്ച കേസുകളും, കൊണ്ടോട്ടി സ്റ്റേഷനിൽ മുക്കുപണ്ടം പണയം വച്ച കേസും, താനൂർ സ്റ്റേഷനിൽ കാപ്പ നിയമപ്രകാരമുള്ള കേസും, ഗുണ്ട നിയമപ്രകാരം ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. കേസിൽ ഉൾപ്പെട്ട മറ്റു 2 പ്രതികളെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. മറ്റു പ്രതികൾക്കായി അന്വേഷണം വ്യാപിപ്പിച്ചതായും ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചതായും പ്രത്യേക അന്വേഷണ സംഘത്തിലെ പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്ത്, കൊളത്തൂർ CI സജിത് എന്നിവർ അറിയിച്ചു. CCN പെരിന്തൽമണ്ണ. കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ 7 ലക്ഷം രൂപ ചിലവഴിച്ച് കോട്ടപ്പുറം ഹെൽത്ത് സെന്ററിൽ വാട്ടർ ATM സ്ഥാപിച്ചു. കോട്ടപ്പുറം ആശുപത്രിയിലെത്തുന്ന രോഗികൾക്കും പൊതുജനങ്ങൾക്കും ഏറെ പ്രയോജനകരമാകും. 1 രൂപ കോയിൻ നിക്ഷേപിച്ചാൽ 1 ലിറ്റർ തണുത്ത വെള്ളവും ചൂടുവെള്ളവും, 5 രൂപ കോയിൻ നിക്ഷേപിച്ചാൽ 5 ലിറ്റർ തണുത്ത വെള്ളവും ചൂടുവെള്ളവും ATMൽ നിന്നും ലഭ്യമാകും. സ്കാനർ ഉപയോഗിച്ചും ATMൽ നിന്ന് വെള്ളം എടുക്കാവുന്നതാണ്. കോട്ടപ്പുറം ആശുപത്രിയിലെത്തുന്ന രോഗികൾക്കും പൊതുജനങ്ങൾക്കും ഏറെ പ്രയോജനകരമാകും ATM എന്ന് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ പറഞ്ഞു. ഈ വാട്ടർ ATM അനസ് പറഞ്ഞ പോലെ ഗ്രാമപഞ്ചായത്തിൽ ഒട്ടേറെ വ്യത്യസ്തമായ മാതൃകാപരമായ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ ഭരണസമിതി ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിന്റെ കുറേ ഉദാഹരണങ്ങൾ അധ്യക്ഷനോട് പറഞ്ഞു. അതിന്റെ തുടർച്ചയായിയാണ് കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ആദ്യമായി മറ്റൊരു സ്ഥലത്തുമില്ലാതെ കോട്ടപ്പുറത്ത് കരിമ്പുഴയുടെ ശിരാകേന്ദ്രമായ കോട്ടപ്പുറത്ത് വാട്ടർ ATM ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്നു. ഇപ്പോൾ മനസ്സ് സൂചിപ്പിച്ചു എന്താണ് ഈ കോട്ടപ്പുറം തന്നെ തിരഞ്ഞെടുത്തത്. ഒന്ന്, കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരമായതുപോലെ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ തലസ്ഥാനം രാമേട്ട കോട്ടപ്പുറമാണ്. നിങ്ങൾ കുന്നക്കാട്ടുകാരാണെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് കോട്ടപ്പുറമാണ്. കോട്ടപ്പുറമാണ് തലസ്ഥാനം. മാത്രമല്ല അതിൽ ഏറ്റവും പ്രധാനം അറിയിക്കുന്ന അനസ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ആശുപത്രി 1.5 കോടി രൂപ ചെലവഴിച്ച് ആശുപത്രിയുടെ പുതിയ ബിൽഡിംഗ് ഉയരുന്നു. അത് ഉയർന്നു കഴിഞ്ഞാൽ ദൈനം പ്രതി 200-250ഓളം ആളുകൾ രാവിലെയും വൈകുന്നേരവും OPയിലേക്ക് എത്തുമ്പോൾ പ്രിയപ്പെട്ട ചാമി മെമ്പർ വരെയാണ് ഞാൻ സ്വാഗതം ചെയ്യുക. സ്ഥിരം സമിതി അധ്യക്ഷൻ K അനസ് അധ്യക്ഷത വഹിച്ചു. സമീറ സലീം, P മോഹനൻ, PC കുഞ്ഞിരാമൻ, കുന്നത്ത് അബ്ദുറഹ്മാൻ, CK മുഹമ്മദ്, K പ്രകാശൻ, K അസൈനാർ, N മോഹനൻ, EP മുഹമ്മദ്, ജംഷീദ്, റാഷിഖ് പറമ്പൻ, K അഷ്കർ, ഇബ്രാഹിം, രാമൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. CCN കടമ്പഴിപ്പുറം. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ തച്ചമ്പാറ മുള്ളത്തുപാറ പെട്രോൾ പമ്പിന് മുൻവശത്തായി കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് അപകടം. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ചൊവ്വാഴ്ച രാവിലെയാണ് അപകടം ഉണ്ടായത്. ശക്തമായ മഴയും പ്രദേശത്തുണ്ട്. വാഹനങ്ങൾ പലപ്പോഴും തെന്നിമറിയുന്നത് പതിവാണ്. നാട്ടുകളിൽ നിന്നും പാലക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്നു കാർ. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കാറിൽ ഒരാൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. CCN ചത്തല്ലൂർ. മണ്ണാർക്കാട് വർണ്ണലഹരി എന്ന പേരിൽ ലഹരിക്കെതിരെ വോയിസ് ഓഫ് മണ്ണാർക്കാട് സംഘടിപ്പിച്ച ചിത്രരചനാ മത്സരവും ശില്പശാലയും ശ്രദ്ധേയമായി. UP ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച മത്സരത്തിൽ 60ഓളം കുട്ടികൾ പങ്കെടുത്തു. മത്സരിച്ച 2 വിഭാഗത്തിൽ നിന്നും മികച്ച 6 കലാസൃഷ്ടികൾ 1, 2, 3 സമ്മാനാർഹരായി തിരഞ്ഞെടുക്കപ്പെട്ടു. കൂടാതെ 10 കുട്ടികൾക്ക് പ്രോത്സാഹന സമ്മാനവും പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും സമ്മാനിച്ചു. മോവ് ചെയർമാൻ ഡോക്ടർ KA കമ്മാപ്പ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കൾക്ക് ധൈര്യമായിട്ടിരിക്കാം.
നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഈ ലഹരിമരുന്നിന്റെ അപകടത്തെ പറ്റി കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. നിങ്ങൾക്ക് അഭിമാനിക്കാം, അവരെ കൊണ്ട് ജീവിതത്തിൽ പ്രശ്നമുണ്ടാവില്ല. മാത്രമല്ല അതിന് ഇത്തരം ഒരു അവസരങ്ങളിലൂടെ ഒരുക്കി കൊടുക്കാം. വോയിസ് ഓഫ് മണ്ണാർക്കാടിന്റെ സ്ഥാപനങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. അതിനകത്ത് ഓരോ ആശയങ്ങൾ കണ്ട് സത്യമായിട്ട് പ്രത്യേകിച്ച് UP സെക്ഷനിലായിട്ടുള്ള കുട്ടികളുടെ മനസ്സിലെ ആശയങ്ങൾ അവര് ചിത്രത്തെ കൂടി പ്രകടിപ്പിച്ചത് കണ്ടപ്പോൾ ശരിക്കും അത്ഭുതം തോന്നി. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത്രയൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ഏതായാലും നിങ്ങളുടെ അതിൽ രക്ഷിതാക്കൾ എന്നുള്ള നിങ്ങൾക്കാണ് ഞാൻ അഭിനന്ദനം നൽകുന്നത്. കാരണം ഇത്തരം ചിന്തകൾ അവരുടെ മനസ്സിൽ ഉണ്ടാക്കി കൊടുക്കുന്നത് അതാണ് ഇന്നത്തെ കാലത്തെ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യം. നമുക്കറിയാം, നമുക്ക് കുട്ടികൾ പുറത്തിറങ്ങിയ മാതാപിതാക്കൾക്ക് ആദ്യം ഏത് ചെറുപ്പിടികളാണ് അവിടെ കാത്തിരിക്കുന്നത് നമുക്കറിയില്ല. അത്തരം വാർത്തകളാണ് ദിവസേന നമ്മൾ മീഡിയയിൽ കൂടി ന്യൂസിലും ടിവിയിലും കേട്ടുകൊണ്ടിരിക്കുന്നത്. കൺവീനർ M. പുരുഷോത്തമൻ മുഖ്യാതിഥിയായി. വലിയ ചിത്രകലയിൽ വലിയ പ്രാവീണ്യമുള്ളവരായി മാറും. അത് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങളുടെ കയ്യിലുള്ള ഈ കഴിവ്, ഒന്ന് നിങ്ങളുടെ ഒരു ആത്മസംതൃപ്തിക്ക് വേണ്ടി ഇപ്പോൾ ഒരു മനോഹരമായിട്ടുള്ള ഒരു പ്രകൃതി കുറിച്ച് ഒരു പുഴയുടെ ചിത്രമോ അല്ലെങ്കിൽ ആനയുടെ ചിത്രമോ മറ്റെന്തെങ്കിലും ഒരു നല്ല മനോഹരമാണ്, അത് നമുക്കത് വരച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ആളുകൾ നമുക്ക് ഒരു ഫോട്ടോ രൂപത്തിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ പടം വരയ്ക്കുന്നതൊക്കെ അത് ചെയ്ത് തീരുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കൊരു ആത്മസംതൃപ്തി ഉണ്ടാകും. അതിന് വേറെ ഉദ്ദേശ ലക്ഷ്യമൊന്നുമില്ല. ഒരു പ്രകൃതി ദൃശ്യം പകർത്തി അതിൻ്റെ ഒരു മനോഹാരിത നിങ്ങൾക്കും അത് കാണുന്നവർക്ക് കിട്ടുക. അതിനപ്പുറത്തേക്ക് ഒരു ആശയം നിങ്ങൾക്ക് പകർന്നു നൽകാൻ വേണ്ടി കഴിയും. രമേശ് പൂർണിമ അധ്യക്ഷയായി. ഭാരവാഹികളായ കൃഷ്ണദാസ് കൃപ, പ്രശോഭ് കുന്നിയാരത്ത്, പ്രോഗ്രാം കോർഡിനേറ്റർ KV അമീർ, ട്രഷറർ ഗഫൂർ പൊതുവത്ത്, പ്രോഗ്രാം കൺവീനർ അൻവർ എന്നിവർ നേതൃത്വം നൽകി. CCN മണ്ണാർക്കാട്. തന്റെ ഇടപെടലിലൂടെയാണ് മണ്ണാർക്കാട്ടെ ബീവറേജ് മാറ്റം സർക്കാർ തിരുത്തിയതെന്ന് വരുത്തി തീർക്കുകയാണ് MLA എന്ന് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. അത് സമ്മതിച്ചാൽ ഇടതു സർക്കാരിനുള്ള അംഗീകാരമാണെന്നും ജില്ലാ സെക്രട്ടറി പറഞ്ഞു. 3 തവണ പറഞ്ഞത് തന്റെ ശൈലിയാണെന്നും സുരേഷ് ബാബു കൂട്ടിച്ചേർത്തു. ഇപ്പോ ഈ അടുത്ത ദിവസം എനിക്കൊരു മറുപടി എന്ന നിലയ്ക്ക് MLA തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലേ? ഞാൻ പറഞ്ഞു ഞാനാണെന്ന് 3 തവണ പറഞ്ഞപ്പോ MLA പറയുകയാണ് ഞാൻ 1 തവണ പറഞ്ഞ മണ്ണാർക്കാട്ടുകാർക്ക് മനസ്സിലാകും. ശരിയായിരിക്കും, ഞാൻ അതിനെയൊന്നും നിഷേധിക്കുന്നു. ഞാൻ 3 തവണ പറഞ്ഞത് മണ്ണാർക്കാട്ടുകാർക്ക് മനസ്സിലാകാത്തതുകൊണ്ടല്ല, നമ്മൾക്കെല്ലാവർക്കും ഓരോ രീതിയും ശൈലികളും ഉണ്ടല്ലോ. അതിന്റെ ഭാഗമായി പ്രസംഗിച്ചു പോയ കാര്യം. ആ വിഷയത്തിൽ അദ്ദേഹം മറുപടി പറയുമ്പോൾ എന്താ പറഞ്ഞത്? അദ്ദേഹം ചെയ്തു എന്ന് വരുത്തി തീർക്കുകയായിരുന്നു, ഞാൻ ചെയ്തതാണ് എന്ന്. ശരി, നമുക്കതങ്ങോട്ട് സമ്മതിച്ചു കൊടുത്താളെ. അപ്പൊ അദ്ദേഹം ചെയ്തതാണ് എന്ന് ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. ഏത് കാലഘട്ടത്തിലാണ് നിങ്ങൾ ചെയ്തത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിക്കുമ്പോഴാണ് ഞാൻ കൂടി ചെയ്തതാണ് എന്ന് MLAക്ക് പറയാൻ കഴിഞ്ഞത്. അത് കേരളത്തിലെ LDF സർക്കാരിന്റെ അംഗീകാരമല്ലേ? ആ MLA ഇവിടെ ഒരു ഉപദേശം കൊടുക്കണം. കോട്ടപ്പുറം പഞ്ചായത്തിന് നേതൃത്വം കൊടുക്കുന്ന ലീഗിന്റെ നേതാക്കൾക്ക് നിർദ്ദേശം കൊടുക്കണം. ഞാൻ പ്രതിപക്ഷ MLA ആയിട്ടും കേരളത്തിലെ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലത്ത് ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നടപ്പിലാക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് MS സ്കൂളിന്റെ സമീപത്തുള്ള ഔട്ട്ലെറ്റ് ഞാൻ പറഞ്ഞപ്പോ മാറ്റിയത്. അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം കിടന്നോട്ടെ. ആ നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഞാൻ പറഞ്ഞപ്പോ അനുകൂലമായി ചെയ്തു തന്നു. ഈ മനസ്സാണ് MLAക്കെങ്കിൽ നിങ്ങളുടെ പാർട്ടിയിലെ നേതാക്കളായി നിൽക്കുന്ന മുസ്ലിം ലീഗിന്റെ നേതാക്കൾക്ക് കോട്ടപ്പാടം പഞ്ചായത്തിൽ MLA ഉപദേശം കൊടുക്കണം. അതല്ലേ ശരി? ഭരണസമിതി അധികാരത്തിൽ വന്നാൽ ഈ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ഭരണസമിതിയാണ്. ആ ഭരണസമിതി എങ്ങനെയാ CPMന്റെ വാർഡിലേക്ക് ഒരു ആനുകൂല്യം കൊടുക്കില്ല? അങ്ങനെ പറയുന്നത് ശരിയാണോ? CCN മണ്ണാർക്കാട്. വെള്ളിനേഴി കുറ്റാനശ്ശേരി AUP സ്കൂളിൽ LSS USS പരീക്ഷകളിൽ വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ചെറുപ്പുളശ്ശേരി AEO E രാജൻ ഉദ്ഘാടനം ചെയ്തു. വളരെ നേരത്തെ വന്ന് വളരെ വൈകി വീട്ടിലെത്തുന്ന കുട്ടികളുടെ ശ്രമം
അതേപോലെ തന്നെ അവരുടെ രക്ഷിതാക്കൾ തങ്ങളുടെ കുട്ടിക്ക് LSS USS തനിക്ക് കിട്ടാതെ പോയത് പഠിക്കുന്ന കാലത്ത് ഒരുപക്ഷെ പലർക്കും പല സാഹചര്യങ്ങളെ കൊണ്ട് അത് എഴുതാൻ സാധിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ എഴുതിയവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ആ സ്വപ്നം തന്റെ കുട്ടിയിലൂടെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി എന്ത് ബുദ്ധിമുട്ടും സഹിക്കാൻ തയ്യാറായിട്ടുള്ള രക്ഷിതാക്കൾ, അതുപോലെ തന്നെ അധ്യാപകർ, അവരെ കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതേപോലെ തന്നെ മാനേജ്മെന്റ്, ഇവിടെ വേണ്ടതായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും കുട്ടികൾക്ക് ഒക്കെ ഒരുക്കി കൊടുത്തു ഈ പരീക്ഷ എഴുതുവാൻ അവരെ തയ്യാറാക്കാൻ വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത മാനേജ്മെന്റ്, PTA, ഒരു ശക്തമായ PTA കുറ്റാശ്ശേരി സ്കൂളിനുണ്ട്. അത് തീർച്ചയായും ഈ പരീക്ഷകൾക്കൊക്കെ തന്നെ ഗുണം ചെയ്തിട്ടുണ്ട്. ഇനി ഈ ലോകം വിജയിച്ചവരുടേത് മാത്രമാവരുത്. വെള്ളിനേഴി കുറ്റാനശ്ശേരി AUP സ്കൂളിൽ LSS USS പരീക്ഷകളിൽ വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. സമാധാനത്തിനായി പരമേശ്വരൻ മാസ്റ്ററെ കൂടി മുഹമ്മദ് സാജി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഹെഡ്മിസ്ട്രസ് രാജലക്ഷ്മി സ്വാഗതം പറഞ്ഞു. വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM പരമേശ്വരൻ അധ്യക്ഷനായി. സ്കൂൾ മാനേജർ മുരളി വളാംകുളം, PTA പ്രസിഡന്റ് ഷഹീർ അലി നറുക്കോട്, HM ഇൻചാർജ് ഗിരിവാസൻ, PTA പ്രസിഡന്റ് ഷഹീർ അലി, PTA വൈസ് പ്രസിഡന്റ് അബ്ദുൽ അസീസ്, MPTA പ്രസിഡന്റ് ശുഭ, സ്റ്റാഫ് പ്രതിനിധി ഗിരിവാസൻ, ശോഭന എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതി വിജയിപ്പിച്ചതിൽ അധ്യാപകർ വഹിച്ച പങ്ക് വലുതാണെന്ന് രക്ഷകർത്താക്കളും അഭിപ്രായപ്പെട്ടു. പരിശ്രമത്തിനും അതുപോലെ ഞായറാഴ്ചകളിലും ഈവനിങ്ങിലും അവർ വളരെയധികം അധ്വാനിച്ചിരുന്നു. അവർക്കത് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. കുട്ടികളുടെ ക്ഷേമത്തിന് വേണ്ടിയും അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി മാത്രമാണ് അവരെ ഞാൻ ശ്രമിച്ചത്. അതുപോലെ രക്ഷിതാക്കളും നല്ലോണം പിന്തുണച്ചിരുന്നു. AUPS കുറ്റാനശ്ശേരിയുടെ നെറുകിൽ ഈ ഒരു അഭിമാന നേട്ടം കൊണ്ടുവരാൻ കഴിഞ്ഞതിൽ എൻ്റെ മകനായിട്ടുള്ള വിശ്വാസ് കൂടി പങ്കാളിയായി എന്നതിൽ എനിക്ക് ഏറെ അഭിമാനമുണ്ട്. തുടർന്നും സ്കൂളിലെ വിദ്യാർത്ഥികളെ മികച്ച രീതിയിൽ ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കുന്നതിൽ പ്രാപ്തരാക്കുകയാണ് ലക്ഷ്യം എന്ന് മാനേജർ മുരളി വളാംകുളം പറഞ്ഞു. ഏകദേശം 14 കുട്ടികൾ USS, 7 കുട്ടികൾ LSS കിട്ടുക എന്നുള്ളത് ഞങ്ങളുടെ സ്കൂൾ മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഈ വിദ്യാലയത്തിലെ അധ്യാപകർ വലിയ കഠിന പ്രയത്നം നടത്തിയതിന്റെ ഭാഗമായാണ് ഈ ഒരു വിജയം. അതിൻ്റെ കൂടെ തന്നെ ഈ കുട്ടികളുടെ രക്ഷിതാക്കൾ പ്രയത്നവും കൂടിയാണ് ഈ വിജയത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
48 മണിക്കൂർ പിന്നിട്ടിട്ടും കുരുത്തിച്ചാലിൽ കാണാതായ ഷൊർണൂർ സ്വദേശിയായ യുവാവിനെ കണ്ടെത്താനായില്ല. കുന്തിപ്പുഴയിലെ മലവെള്ളപ്പാച്ചിൽ വകവയ്ക്കാതെ ദൗത്യസംഘങ്ങൾ തിരച്ചിൽ തുടരുകയാണ്. റോഡ് തകർച്ചയുടെ ഭാഗമായി ആലിപ്പറമ്പ് ഭാഗത്തേക്കുള്ള ബസ് സർവീസുകൾ നിർത്തി. പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങി പ്രാദേശിക ജനകീയ ആക്ഷൻ കൗൺസിൽ. 12-ലധികം സ്കൂൾ ബസ്സുകൾ സഞ്ചരിക്കുന്ന പ്രധാന റോഡ് കൂടിയാണിത്. കൊളത്തൂരിൽ യുവാക്കളെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് കാറും മൊബൈലും തട്ടിയെടുത്ത കേസിൽ 2 പേർ അറസ്റ്റിൽ. ഈ മാസം 5-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. സാമ്പത്തിക ഇടപാടിനെ ചൊല്ലി യുവാക്കളെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിക്കുകയായിരുന്നു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക്. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്.